നല്ല നമ്പർ നോക്കിത്താ. എല്ലാം വല്ലോ വാ. ആ ബെസ്റ്റ് നമ്പർ ഓരോ കൂടി തന്നേക്ക്. ആ ആ ശരി ശരി കേട്ടോ. ആന്റണി, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. സാരമില്ല, കഴിച്ചിട്ട് പോ. ചായപ്പൊടി എടുത്തോട്ടാ. പറ്റിലെഴുതിക്കോട്ടാ. ഞാൻ കടം കൊടുത്ത് മുടിഞ്ഞു. കായ ഉണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി. ഞാൻ തറിയിക്കാം. നീ പോയേ ബാബു, നീ പോയേ. എന്നെ കൊണ്ടൊക്കെ ആവശ്യം വരും. ആ പിന്നെ എനിക്കൊരു ചായ എടുത്തോ. ചായപ്പൊടി തീർന്നു ഞാൻ അപ്പനോട് പറഞ്ഞതല്ലേ അപ്പാ. ചായപ്പൊടി വാങ്ങാൻ ഞാൻ മറന്നു. പിന്നെ കാശും ഉണ്ടായില്ല. ലോട്ടറിയും ബാക്കിയാ. ഇനി കടക്കാരൻ ഇത് തരുന്നത് നിർത്തും. അത് സാരമില്ല അപ്പാ. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് തെക്കേലെ രാധയുടെ അടുത്തുനിന്നേ കുറച്ച് കാശ് വായ്പ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പെൻഷൻ കിട്ടുമ്പോ അതങ്ങോട്ട് കൊടുക്കാലോ. ഞാൻ ചോദിച്ചാ ആരും തരൂല. കാരണം അവർക്കൊക്കെ ഓരോ പ്രശ്നങ്ങളാ. എന്തായാലും കടം ചോദിച്ചത് നന്നായി. ഞാൻ അപ്പന് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കട്ടെ കുടിക്കാൻ. പിന്നെ എന്റെ ഹാർട്ടിന്റെ മരുന്ന് വാങ്ങാൻ മറന്നു. മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കണേ. എനിക്കിപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പാ. ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും. ഇത് കുടിച്ചേ. എനിക്കൊന്ന് കിടക്കണം.
റീന ചേച്ചി, റീന ചേച്ചി, എന്താ മുഹമ്മദേ? നിങ്ങളെന്താ കടയിൽ വന്നിട്ട് പെട്ടെന്ന് പോയേ? അത് ഞാൻ അടുപ്പത്ത് കറി വെച്ചിട്ടാ വന്നതേ, പെട്ടെന്ന് ഓർത്തെ. അതെനിക്കറിയാം റീന ചേച്ചി നോണ പറയണതാണെന്ന്. ആ ബാബുനോട് പറഞ്ഞത് കേട്ടത് കൊണ്ടല്ലേ പോയേ? ഇത് കുറച്ച് പലചരക്കുണ്ട്. പറ്റു കൊറേ തരാനുണ്ടല്ലോ മുഹമ്മദേ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ മയ്യത്താവുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഉള്ളപ്പോ തന്നാ മതി. ഇനി തന്നില്ലേലും കുഴപ്പമില്ല. പടച്ചവൻ എനിക്കുള്ള പ്രതിഫലം തരും. ആരാ വന്ന് കറിയത്? മുഹമ്മദിന്റെ നല്ല മനസ്സ് കണ്ട സന്തോഷ കണ്ണീരാ. നമ്മള് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ അവൻ കൊണ്ടുവന്നതാ. പാവങ്ങൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കടക്കാരൻ മുഹമ്മദിന്റെ രൂപത്തിലാ. നമുക്ക് സന്ധ്യാപ്രാർത്ഥന ചെയ്യാം. മാതാവേ, അങ്ങയുടെ മകനായ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് അറിയാതെ ഭൂമിയിലൊന്നും നടക്കുകയില്ല. ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവേ, ആർക്കും വേണ്ടാത്ത ഈ രണ്ടാത്മാക്കളെ അങ്ങോട്ട് കണ്ണു കാണിച്ച് ഞങ്ങൾ അങ്ങയുടെ മക്കളിലേക്ക് വിളിക്കണമേ. മിഴിനീരിനാൽ മഹാപ്രളയം വിതച്ചു നീ കാലമേ പറയാതെ പോകയാണോ? മിഴിനീരിനാൽ മഹാപ്രളയം വിതച്ചു നീ കാലമേ പറയാതെ പോകയാണോ? ദൂരേക്ക് ദൂരേക്ക് കാലമേ നീ പറയാതെ പറയാതെ പോകയാണോ? അന്നെത്ര രാവുകൾ നമ്മൾ കളിച്ചിരി പകലാക്കി മാറ്റി. അന്നെത്ര വെയിലാർന്ന വഴിയിൽ തണലാർന്ന മരമായി മാറി. മിഴിനാലുകൾ നമ്മൾ മിഴി പൂട്ടിടാതെ കനവെത്ര കൊയ്തെടുത്തെന്നോ? മുറ്റത്തെ കുഞ്ഞു കാലിടറാതെ നീങ്ങിടാൻ എത്ര നാൾ മിഴി പാർത്തുവെന്നോ? എത്ര നാൾ മിഴി പാർത്തുവെന്നോ? കരുതലായി ധനമെത്ര കാത്തുവെച്ചു, മെഴുതിരികളായി മാറി നാം എത്ര കാലം. കരുതലായി ധനമെത്ര കാത്തുവെച്ചു, മെഴുതിരികളായി മാറി നാം എത്ര കാലം. തരി പോലും അടരാതെ കൊച്ചുമൺചട്ടിയിൽ അരിമണികൾ എത്രയോ കരുതി വെച്ചു. എത്രയെത്ര വസന്തം കടന്നുപോയി, എത്രയെത്ര ശിശിരം കടന്നുപോയി.
ധൂർത്തപുത്രരായി മാറുന്ന മാത്രകൾ തെരുവിലേക്കുള്ള വഴി പറഞ്ഞിടുന്നു. കനവൊതുങ്ങാതെയും കഥനമായി തിങ്ങിയൻ കരളിനുള്ളിൽ ഉറങ്ങാത്ത രാത്രികൾ, ഉറങ്ങാത്ത രാത്രികൾ. ഇന്നടരുവാനൊറ്റയില പോലുമില്ലാതെ ഉച്ചവെയിലിലയായി നാം രണ്ടു പാഴ്മരം കരയുവാനിറ്റു കണ്ണുനീരില്ലാതെ. അഴലുമാത്രമായി നാം രണ്ടു നിഴലുകൾ, അഴലുമാത്രമായി നാം രണ്ടു നിഴലുകൾ. കാലമേയുള്ളിലൊരു കടൽ കനലേകി വാക്ക് മിണ്ടാതെ നീ അകന്നെങ്ങു പോയി. കണ്ണുനീരിനാൽ പ്രളയം വിതച്ചു നീ കാത്തു നിൽക്കാതെ കാലമേ എങ്ങു പോയി, കാലമേ എങ്ങു പോയി. തീഷ്ണമാമുച്ചവെയിലിൽ തനിച്ചാക്കി കാലമേ ദൂരെ ദൂരേക്ക് പോകയോ, പോകയോ. സോണിയ ആന്റിയുടെ വീടല്ലേ ഇത്? അതെ. ഇത് തന്നെയാണ് വീട്. ആരാ? ബാങ്കിൽ നിന്നാണ്. വരും, അത് പിന്നെ സംസാരിക്കാം. ലോൺ മുടങ്ങി. ബാങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കോൾ എടുക്കില്ല. ഇൻട്രസ്റ്റ് മാത്രം നമുക്ക് 7,36,000 കഴിഞ്ഞു. മുതലാണെങ്കിൽ 27 ലക്ഷം വരെ. ഇൻട്രസ്റ്റെങ്കിലും അടച്ച് ബാങ്കിൻ്റെ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവായില്ലെങ്കിൽ ബാങ്കിൻ്റെ ജപ്തിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? മാഡം, 2020 കൊറോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ബുട്ടിക്കും നിർത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ഫോൺ മുടങ്ങിയത്. ഉടനെ അടയ്ക്കാം. ഫയൽ തരൂ. എത്ര ദിവസം കൊടുക്കാൻ പറ്റും നമുക്ക്? എത്ര ദിവസം കൊണ്ട് അടക്കാൻ പറ്റും? ഇത്ര ദിവസമല്ല, നിങ്ങൾക്കൊരു 2-3 മാസമെങ്കിലും തരണം. മാക്സിമം ഒരു 10 ദിവസം. ബാങ്കിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ ശരിക്കും നമ്മൾ ഇങ്ങനൊരു അവധി കൊടുക്കാറില്ല. അതൊക്കെ ഒരു 10 ദിവസം നിങ്ങൾക്ക് തരാം. 10 ദിവസത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് തീർത്താൽ ജപ്തി നടപടികൾ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ? പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇൻട്രസ്റ്റ് മാത്രം അടച്ച് തീർത്താൽ നമുക്ക് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ? അതിന് നോക്കാം. ഓക്കെ. ഇവളെന്നെ മുഴുവൻ മദ്യപാനിയാക്കിയ രാക്ഷസിയവള്. അവളെന്നെ കുളിപ്പിച്ച് ശവപ്പെട്ടി കിടത്തിയാലും അവള് നന്നാവുമെന്ന് എനിക്ക് തോന്നാനില്ല. അത്രയും വൃത്തികെട്ടൊരു അതെ, ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്താന്നറിയോ നിനക്ക്? അവളെ കെട്ടിക്കൊണ്ടുവന്നതാ. അതെന്താ തോണി നീ അങ്ങനെ പറഞ്ഞേ? അവൾക്ക് കിട്ടിയ സൗഭാഗ്യം അവളല്ലാതാക്കി. അവളുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണെന്നറിയോ? എന്റെ അപ്പ
അപ്പനെ അമ്മനെയും പുറത്താക്കുക. അതവള് നേടി. ടോണി ഓവറായി തുടങ്ങി അവസാനിപ്പിക്കാൻ ഇറങ്ങാം. എനിക്ക് മതി മതി ഓവായി മതി നിർത്ത്. ബില്ല് കൊടുത്തു ബില്ല് കൊടുത്തു ബില്ല് കൊടുത്തു എന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. ഈ ശാപം ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും? എന്റെ അപ്പനുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് അപ്പനോട് മാപ്പ് ചോദിച്ച് എനിക്ക് എന്റെ അപ്പനെ കൂട്ടിക്കൊണ്ടു വരണോടാ. ചങ്കല്ലേടാ ഞാനത് ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരണോടാ എന്റെ അപ്പ. ടോണിയേ വീടല്ലേ നോക്കി പോ. ശരി വാ ഭാര്യ കണ്ടോ നമുക്ക് പോവാം. അതെടി ഞാൻ 4 കാലിലോ 10 കാലിലോ വരും. നിനക്കെന്താണ് വേണം? എന്നെ പൊന്നു പോലെ വളർത്തി വലുതാക്കിയ ഈ സൗഭാഗ്യം തന്നവനെ നീ ആട്ടി പൊട്ടാക്കിയില്ലേ? അപ്പൊ ഞാനാണല്ലോ ഇതിനെല്ലാം കാരണക്കാരി. അതേടി നീ മാത്രമാണ് കാരണക്കാരി. അപ്പൊ എവിടെയായിരുന്നു നിങ്ങള്? അന്ന് മക്കളത്ത് പറയാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ എല്ലാത്തിനും കാരണക്കാരി ഞാനാണല്ലേ. ആ പാവങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ എന്റെ അപ്പനെ കൊണ്ടുവരാൻ പോവാ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നടക്കില്ല. അതിന് നിന്നോട് ഇവിടെ നിൽക്കണമെന്ന് ആരാടി പറഞ്ഞത്? ബാങ്കാരി ചെട്ടിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്റെ അപ്പനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കോടി. മക്കളെ ഈ അമ്മയെ കണ്ട് പഠിക്കില്ലട്ടാ. നിങ്ങളുടെ ജീവിതവും നശിച്ചു പോകും. ഇനി എന്തെങ്കിലും പറഞ്ഞാ ഞാനിത് ഇവിടെ എറിഞ്ഞു പൊട്ടിക്കും. പൊട്ടിക്കോളി നീ. എടീ, ഇത് നിനക്ക് നേരത്തെ തന്നിരുന്നെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. മക്കളെ അപ്പന്റെ ജീവിതം നശിക്കാൻ ഇവള് ഒരുത്തിയാകണം. നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ ആന്റണി ചക്കാലക്കലിൽ നിന്ന് കാണാൻ വന്നതാ. കാണാൻ പറ്റുമോ? ആന്റണി ചക്കാലക്കൻ അല്ലേ? ആ ഇരിക്കൂ. ആന്റണി ചേട്ടനെ കാണാനേ ഓഫീസിൽ ഒരാൾ വന്നിട്ടുണ്ട്. വാ പോവാം. ബ്രദർ പൊക്കോളൂ, ഞാൻ വന്നോളാം. ഒക്കോ ചായയൊക്കെ കുടിച്ചാ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല.
അല്ല ആന്റണി ചേട്ടൻ വന്നില്ലേ ഇതുവരെ? ഇല്ല. ഞാൻ പറഞ്ഞതാണല്ലോ, നോക്കിയിട്ട് വരാം കേട്ടോ. ആന്റണി ചേട്ടാ, എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ആന്റണി ചേട്ടൻ കാണാൻ വന്ന ആളെ കുറേ നേരമായി അവിടെ കാത്തിരിക്കണം. എനിക്ക് കാണുണ്ടോ? ആന്റണി ചേട്ടാ, അത് ആരാ? എൻ്റെ ഒരു മോന, അവൻ്റെ വിൽപ്പുണ്ട് എനിക്ക് ഗതി വന്നേ. കരയില്ല ആന്റണി ചേട്ടാ. അപ്പോ ഞാൻ അവനെ പറഞ്ഞു വിട്ടോട്ടെ? പറഞ്ഞിട്ടോളൂ. ആന്റണി ചേട്ടനെ വിഷമിക്കണ്ട, കിടന്നോളൂ കേട്ടോ. ആന്റണി ചേട്ടനോട് സംസാരിച്ചു. ചേട്ടന് നിങ്ങളെ കാണണ്ടെന്നാ പറഞ്ഞത്. എൻ്റെ അപ്പനെ ഈ അവസ്ഥയിലാക്കാനുള്ള കാരണക്കാരൻ ഞാൻ തന്നെയാ. ഭാര്യമാരെ കൺട്രോളിൽ നിർത്തിയില്ലെങ്കിൽ എല്ലാ ഭർത്താക്കന്മാർക്കും ഇത് തന്നെയായിരിക്കും ഗതി. വിഷമിക്കണ്ട. എൻ്റെ അപ്പനോട് ഞങ്ങൾ ചെയ്ത ദ്രോഹത്തിന് ക്ഷമിക്കാൻ അപ്പന് ബുദ്ധിമുട്ടുണ്ടാവും. ആന്റണി ചേട്ടനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്തായാലും ഇപ്പൊ പോയിക്കോളൂ, അടുത്ത ദിവസം വാ. വരാ. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? എന്തായി കാണിച്ചത്? എൻ്റെ പിടിപ്പുകളോട് അവകാശം. ആദ്യം എൻ്റെ അപ്പനെ അമ്മനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോ എൻ്റെ വീടും എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. എനിക്കിതല്ലാതെ മറ്റൊന്നും തോന്നിയില്ല. ഞങ്ങളൊക്കില്ലാണ് നിന്റെ കൂടെ. നീ നിന്റെ കുട്ടികളെ ഓർത്താ എന്ത് അബദ്ധമാണ് നീ കാണിച്ചത്? സ്നേഹേ, 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 ടോണിയെ എന്താ സ്നേഹയ്ക്ക് പറ്റിയേ?
വാ 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 കേറി വാ 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 വാടാ വാടാ നീ വിഷമിക്കണ്ട നീ വാ നീ വാടാ നീ വാ ഇനി അപ്പന്റെ പേരിൽ ആകെയുള്ള സമ്പാദ്യം അത് ഇവിടെ സമാനമായിട്ട് നിങ്ങൾക്ക് കഴിയാം. ഇവിടെ നാല് നിന്ന് ഇറക്കി കൊടുക്കാം. ഇവിടെ താമസിക്കാം. നിങ്ങൾ ഇവിടെ അപ്പന്റെ സ്വന്തം അമ്മയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ആരോട് ഇറക്കി വിടില്ല. എടാ നീ പഴയതെന്ന് ഓർത്ത് വിഷമിക്കണ്ട. അപ്പന് ചെയ്ത തെറ്റൊരു പ്രാവശ്യത്തും ചെയ്യാൻ എനിക്കൊരവസരം തരണപ്പ. അമ്മ അമ്മ നമ്മളെ വിട്ടുപോയി. ഇത് കണ്ടിട്ടെങ്കിലും അമ്മ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കട്ടെ അമ്മ. അമ്മ അപ്പൻ ഇതുവരെ മകളെ ശ്രമിച്ചിട്ടില്ല. അമ്മക്ക് നിങ്ങളെ ഭയങ്കര സ്നേഹമുണ്ട്. ഇന്നത്തെ തലമുറയോട് മാതാപിതാക്കളെ തെരുവിലേക്ക് ഇറക്കി വിടരുത്. ഇന്നവരെങ്കിൽ നാളെ നിങ്ങൾ.